ക്ഷമിക്കണം നീ, എങ്കിലേ എൻ പിതാവും ക്ഷമിക്കൂ നിൻ അപരാധങ്ങൾ. ക്ഷമിക്കാതെ നിൻ പ്രാർത്ഥനയൊന്നുമേ ശ്രവിക്കില്ല, സാധിക്കില്ലേശ്വരൻ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 25-ാം സങ്കീർത്തനം അതിൻ്റെ 18 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. എൻ്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ, എൻ്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ. എൻ്റെ ശത്രുക്കളെ നോക്കണമേ, അവർ പെരുകിയിരിക്കുന്നു, അവർ കഠിനദോഷത്തോടെ എന്നെ ദൂഷിക്കുന്നു. എൻ്റെ പ്രാണനെ കാത്ത് എന്നെ വിടുവിക്കണമേ. നിന്നെ ശരണമാക്കിയിരിക്കാൻ ഞാൻ ലജ്ജിച്ചു പോകരുതേ. നിഷ്കളങ്കതയും നേരും എന്നെ പരിപാലിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്നല്ലോ. ദൈവമേ, ഇസ്രായേലിനെ അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കണമേ. യേശുവേ സ്തോത്രം. ഒരു നല്ലൊരു പ്രാർത്ഥനയാണ് ദാവീദ് രാജാവ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ, എൻ്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ. ഈ ഒരു പ്രാർത്ഥന പല ഹൃദയങ്ങളിൽ നിന്ന് എന്ന് വെച്ചാൽ വിട്ടകന്ന് മാറിപ്പോയവരാകാം, അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ പോയവരായിരിക്കാം, ദൈവത്തിൻ്റെ വിളി കേട്ടിട്ടും മടങ്ങി വരാത്തവരായിരിക്കാം. ദൈവസന്നിധി ചേർന്ന് നിൽക്കുന്നവർക്കും ചില അനുഭവങ്ങൾ, ഇതുപോലെ അതിവേദന വരുന്ന അനുഭവങ്ങൾ കടന്നു വരാം. അപ്പോഴും ദൈവമക്കളെ, കർത്താവിങ്കിലേക്കൊന്ന് നോക്കിക്കൊണ്ട് ദൈവസന്നിധിയോടൊന്ന് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ ഉത്തരം ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ് 2024. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അവിടെ 19-ാം വാക്യം പറഞ്ഞത്, എൻ്റെ ശത്രുക്കളെ നോക്കണമേ, അവർ പെരുകിയിരിക്കുന്നു, അവർ കഠിനദോഷത്തോടെ എന്നെ ദൂഷിക്കുന്നു എന്നാണ് വചനം. ദോഷവാക്കുകൾ കേൾക്കുമ്പോൾ തളർന്നു പോകാതിരിക്കുക. ദൈവമക്കളെ, ശത്രുക്കൾ എപ്പോഴും നമ്മുടെ വീഴ്ച കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, മനുഷ്യൻ്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ വീട്ടുകാർ തന്നെയാണ് എന്ന് വെച്ച് നമുക്ക് ശത്രുക്കളായിട്ടല്ല നമ്മൾ കാണേണ്ടതും. ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ ചേർന്ന് നിൽക്കുകയും കർത്താവിന് വേണ്ടിയിട്ട് അത് സഹിക്കുകയും ചെയ്യുക. ശത്രുത പുലർത്തി വരുന്നവരുടെ മനസ്സിൽ എപ്പോഴും നമ്മുടെ തകർച്ച, നമ്മുടെ വീഴ്ച, നമ്മൾ നിലം പരിശാകുന്നത് കാണാൻ കൊതിച്ചുകൊണ്ട് അവരെന്തും പറയും, അവരെന്തും ചെയ്യും, അവരെപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ അത് കേട്ട് തളർന്നു പോകാതെ ദൈവമക്കളെ, ആ സമയത്ത് അവയൊക്കെ കർത്താവിൻ്റെ പാദപീഠത്തിലോട്ട് ഇറക്കി വെച്ചിട്ട് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചത് നന്നായിട്ട് സന്തോഷത്തോടെ ചെയ്യുക. ആമേ സ്തോത്രം. കർത്താവ് നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കും. സകലവും നിവൃത്തിയാക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ആ ശുശ്രൂഷ പൂർത്തീകരിക്കാനായിട്ട് ദൈവം സഹായിക്കും. അപ്പോഴും കേട്ട വാക്കുകളെ ഓർത്തുകൊണ്ട് ആകലപ്പെടാനോ അവയ്ക്കെതിരായിട്ട് ദോഷം പറയാനായിട്ടോ പ്രതികാരം വീട്ടാനായിട്ടോ ഒന്നിനും നമ്മൾ പോകാതെ അതെല്ലാം കർത്താവിലേക്ക് വിട്ടുകൊടുക്കുക. അതൊക്കെ നമ്മൾ കേട്ടാൽ ചിലപ്പോൾ നമ്മൾ തളർന്നു പോകും. ചിലപ്പോൾ നമുക്ക് ഏറ്റവും അറിയുന്നവരായിരിക്കും, നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത ചില ശത്രുക്കൾ, പെട്ടെന്നുണ്ടായി വന്ന ശത്രുക്കളായിരിക്കും. എങ്ങനെയാണെങ്കിലും ശത്രുക്കൾ കടന്നു വരുമ്പോൾ നമുക്ക് എന്നാണല്ലോ ഇത്തിരി ഒരു സങ്കടത്തിനിട വരും. അതും ഏറ്റവും അടുത്ത് നമുക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ അതിനും അപ്പുറത്ത് യേശു കർത്താവിൻ്റെ കൂടെ നിന്ന് തൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലായിരുന്നോ കർത്താവിനെ ഒറ്റിക്കൊടുത്തത്? ദൈവമക്കളെ, അത് ഏറെ സങ്കടത്തിനുള്ള ഇടയാണ്. നമുക്കെല്ലാവർക്കും സങ്കടം വരും, വരാതിരിക്കത്തില്ല. എന്നാൽ ഒന്നോർക്കുക, ക്രിസ്തുനാഥൻ നമ്മളെ പഠിപ്പിച്ച വഴിയുണ്ടല്ലോ, അവിടെ ആ വഴിയെ നമ്മൾ മുറുകെ പിടിച്ചങ്ങ് പോവുക. യേശു കർത്താവ് നമ്മളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു, അങ്ങനെ അങ്ങ് പോവുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ശത്രുക്കളെ നമ്മൾ എത്രത്തോളം സ്നേഹിച്ചാലും അത് പോരാ, നമ്മൾ എത്ര കരുതിയാലും അത് പോരാ, നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാലും പോരാ പോരാ എന്ന് പറയും. അതാണ് ശത്രുക്കളുടെ ഒരു പ്രത്യേകത. എപ്പോഴും നമ്മളെ തളർത്തിക്കൊണ്ടിരിക്കും. ഒന്നോർത്ത് നമ്മൾ തളർന്നു പോകരുത്. വിശ്വസിക്കുന്ന മക്കളെ, 2024 പലയിടത്തും ശത്രുത കൂടി, ശത്രുക്കൾ നിമിത്തമുള്ള പ്രശ്നങ്ങളും കൊലപാതകമൊക്കെ പെരുകുന്നതായ ഒരു വർഷം കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ കേട്ടത് കൊണ്ട് നമ്മളിലെ അനുഗ്രഹങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. അതുകൊണ്ട് അവരോട് എതിർത്ത് പറയാനോ അവർക്ക് വേണ്ടിയിട്ട് പ്രതികാരം വീട്ടാനോ നമ്മൾ പോകാതെ, നമ്മുടെ എല്ലാ സങ്കടങ്ങളും വേദനകളും എപ്പോഴും നമ്മളെ കേൾക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അതങ്ങോട്ട് വിട്ടുകൊടുത്തിട്ട് നമ്മുടെ മനസ്സിൽ അതൊന്നും ഉണ്ടാവാതെ കർത്താവ് ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തു പോയാൽ ദൈവത്തിന് സ്തോത്രം. ദൈവരാജ്യത്തിന് ഏറ്റവും വലിയൊരു ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് നമ്മളെ ഒരുക്കൂലേ? കർത്താവ് നമ്മുടെ കൂടെ ഇല്ലേ? കർത്താവ് നമ്മളെ താങ്ങില്ലേ? സ്തോത്രം. ശത്രുക്കളെ മിത്രങ്ങളാക്കാൻ പഠിപ്പിച്ച ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അതങ്ങ് വിട്ട് കൊടുത്ത് പ്രാർത്ഥിക്കുക. ഒരിക്കലും അവർ പറഞ്ഞ വാക്കുകളും അവർ ചെയ്ത പ്രവൃത്തികളും നമ്മൾ ആവർത്തിച്ച് പറയാനോ പ്രവർത്തിക്കാനോ പോകരുത്. സ്തോത്രം.
അത് ദൈവസന്നിധിയിലേക്ക് വിട്ടുകൊടുക്കുക. എന്നിട്ട് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചത് എന്താണെങ്കിലും അത് പൂർണ്ണമായിട്ട് നല്ല മനസ്സോടെ കർത്താവിന് പ്രസാദകരമാകുന്ന വിധത്തിൽ ഒരു സ്തുതിയായിരിക്കട്ടെ. ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നിന്ന് മഹത്വപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കട്ടെ. സ്തോത്രയാഗം അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക ആയിരിക്കട്ടെ. ദൈവമക്കൾ, അതൊക്കെ ചെറിയൊരു ശുശ്രൂഷയാണോ? വലുതാണ്. നമ്മൾ വചനം കേൾക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വന്ന ഒരു യാഗമുണ്ട് യഹോവയ്ക്ക് സന്നിധിയിൽ. സ്തോത്രം എന്ന യാഗം, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം എന്ന യാഗം അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവമക്കൾ, അത് മതിയല്ലോ. അതും വലിയൊരു ശുശ്രൂഷയല്ലേ. ഇപ്പോഴും നമ്മളുടെ അതരം കൊണ്ടൊരു ദോഷം ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ. അവരെ ദൈവസ്ഥലിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ യേശു കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചോളൂ, നമ്മളെ കരുതിക്കൊള്ളും. നമുക്ക് എൻ്റെ കർത്താവ് സമാധാനവും സന്തോഷവും തന്നെ ഉറങ്ങുമ്പോഴും നമ്മളെ കാത്തു പരിപാലിച്ച് ദൈവം നമ്മളെ കാത്തുകൊള്ളും. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം നമ്മുടെ മനസ്സിലെ ചില വിഷയങ്ങളുണ്ടല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും സങ്കടമേറി നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തെ വാഴ്ത്തേണ്ടതിന്, ദൈവത്തെ സ്തുതിക്കാനും നമുക്ക് പറ്റാതെ പോകുന്നത് പലപ്പോഴും അവർ പറഞ്ഞ വാക്ക്, ഇവർ പറഞ്ഞ വാക്കൊക്കെ നമ്മുടെ ഹൃദയത്തിൽ അങ്ങോട്ട് കൈപ്പാട്ട് വരും. അതൊന്നും വേണ്ട പ്രിയപ്പെട്ടവരെ. നമ്മുടെ മനസ്സിനെ നിർമ്മലമാക്കിക്കൊണ്ട് സ്തുതിയും സ്തോത്രവും സകല മഹത്വവും കർത്താവിന് കൊടുക്കുക. ആമേൻ. നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? ദൈവത്തിന് ചെയ്യുക. അതിനുള്ള അവസരങ്ങൾ ലോകം നമുക്ക് തരികയില്ല. നമ്മളായിട്ട് ദൈവസന്നിധിയിൽ കണ്ടെത്തുന്ന ഈ അവസരങ്ങൾ അത് പൂർണ്ണ വിനയത്തോടെ, ഭയത്തോടെ, സ്തോത്രം, ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് പ്രസാദകരമാകുന്ന യാഗം അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, ശത്രുക്കൾ നിമിത്തമുള്ള മാനസിക ഭാരങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇന്ന് ഇതിനകത്ത് പങ്കുചേരുന്ന എല്ലാവർക്കും വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനസ്സിൻ്റെ ഭാരങ്ങളെ ദൈവം എടുത്ത് മാറ്റിക്കൊണ്ട് നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രുവായിട്ട് നിൽക്കുന്നത് ഇന്നവരാണിത് സഹിക്കാൻ പറ്റത്തില്ല, ഇന്നവർ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ ഓരോ വാക്കുകളും പറഞ്ഞ് കർത്താവെ സങ്കടപ്പെട്ട് ദൈവസന്നിധി സ്തുതിക്കേണ്ട മക്കൾ സങ്കടങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് സമയം കളയുമ്പോൾ കർത്താവെ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. സഹിക്കാൻ പറ്റാത്തതാണ് കേട്ടത്, അവരിൽ നിന്ന് അനുഭവിക്കുന്നത്. എങ്കിലും അതെല്ലാം വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇറക്കി വെച്ചിട്ട് കർത്താവ് ഏൽപ്പിച്ചത് എന്താണോ അത് മനോഹരമായി ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. ശത്രുക്കൾക്ക് മുമ്പാകെ മേശയൊരുക്കുന്ന നല്ല ദൈവം അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശത്രുക്കൾ നിമിത്തം ജോലി പോയവരുണ്ടല്ലോ കർത്താവെ, ശത്രുത നിമിത്തം കുടുംബം തകർന്നവരുണ്ടല്ലോ കർത്താവെ, ശത്രുത നിമിത്തം വിശ്വാസ ജീവിതത്തിൽ നിന്ന് തെറ്റിപ്പോയ മക്കളുണ്ടല്ലോ കർത്താവെ, എല്ലാവരെയും ഈ സമയത്ത് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവേ, ദാവീദ് പുത്ര, നിന്റെ മക്കളോട് നീ ദയ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നഷ്ടപ്പെട്ട താലന്തുകൾ തിരിച്ചു കൊടുത്ത് ഇരട്ടി പങ്ക് കൃപയോടെ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം ദൈവം ഒന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തിരുവചനത്തിലെ അത്ഭുത രഹസ്യങ്ങൾ കാണുവാൻ, കേൾക്കുവാൻ എൻ്റെ മക്കളുടെ ആത്മാവിൻ്റെ കണ്ണിനെയും കാതിനെയും തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ യേശുവേ, വിശ്വാസത്തോടെ, വിനയത്തോടെ, ഭയത്തോടെ കർത്താവിനെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം സഹായിക്കണമേ. അതിന് തടസ്സമായി നിന്ന ഈ ശത്രുത്വം നിൻ്റെ മക്കളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുവാൻ ഇടയാക്കണമേ. കേട്ട വാക്കുകളും കർത്താവെ കിട്ടിയ പ്രതികൂല അനുഭവങ്ങളും ഇതെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കളോട് ദൈവം കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശത്രുക്കളുടെ മുമ്പാകെ മേശൊരുക്കിയ ദൈവത്തെ സാക്ഷീകരിക്കുവാൻ അനേകം മക്കളെ ദൈവം ഒരുക്കിയിട്ടുള്ള കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ, സ്തോത്രം.